Good morning, all. Today we are beginning with a small class that is the continuation of the I use language section of module 4. അപ്പം പറഞ്ഞ പോലെ തന്നെ എല്ലാ മോഡ്യൂൾസിലും ഉള്ള ഒരു സെക്ഷനാണ് ഐ യൂസ് ലാംഗ്വേജ്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൽ ലാസ്റ്റ് ക്ലാസ്സിലെ ബാക്കി ഒരു 4 ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, അതും കൂടി കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ക്ലാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് സജസ്റ്റഡ് ആക്ടിവിറ്റി 2. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ഇറ്റ്. ചൂസ് ദ കറക്റ്റ് വേ ടു കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് വേയിൽ എങ്ങനെയാണ് നമ്മൾ ഈ സെൻറ്റൻസസ് കംപ്ലീറ്റ് ആക്കുക? നമ്മൾ ലാസ്റ്റ് ഡേ എന്താണ് ചെയ്തത്? ലാസ്റ്റ് ഡേ നമ്മൾ ചെയ്തത് ഇൻഡിറക്റ്റ് ആൻഡ് ഡിറക്റ്റ് സ്പീച്ചാണ്. ഡിറക്റ്റ്ലി സംസാരിക്കുമ്പം എങ്ങനെയാണ് നമ്മളത് ഇംഗ്ലീഷിൽ എഴുതുക, ഇൻഡിറക്റ്റ്ലി സംസാരിക്കുമ്പം എങ്ങനെയാണ് എഴുതുക, അതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തത്. അതിൻ്റെ തന്നെ ഒരു റിവിഷൻ ആയിട്ടാണ് ഈ ആക്ടിവിറ്റി. ഓക്കെ, മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് വൺ. ഷീ സെഡ് വേർ ഇസ് ദ ബസ് സ്റ്റോപ്പ്. അപ്പം ഷീ സെഡ് വേർ ഇസ് ദ ബസ് സ്റ്റോപ്പ് എന്ന് പറയുമ്പം പറഞ്ഞ എക്സാക്ട് വേർഡ്സ്, ആ ഷീ പറഞ്ഞ എക്സാക്ട് വേർഡ്സ് ആണ് ഇൻവേർട്ടഡ് കോമാസിൻ്റെ ഉള്ളിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേർ ഇസ് ദ ബസ് സ്റ്റോപ്പ്. ഇനി നമ്മളത് ഇൻഡിറക്റ്റ് സ്പീച്ചിൽ പറയുമ്പം എങ്ങനെയാണ് പറയുക? ഷീ ആസ്ക്ഡ് വേർ ഇസ് ദ ബസ് സ്റ്റോപ്പ് എന്നല്ലായിരിക്കും. ഷീ ആസ്ക്ഡ് വേർ ദ ബസ് സ്റ്റോപ്പ് ബി അല്ല. ഷീ ആസ്ക്ഡ് വേർ സ്റ്റോപ്സ് ദ ബസ് അല്ല. നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യൻ പറയുന്നതിൻ്റെ അതേ വേർഡ് ഓർഡറിലല്ല ഇൻഡിറക്റ്റ് സ്പീച്ചിൽ നമ്മൾ പറയുക. ഇൻഡിറക്റ്റ് സ്പീച്ച് ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുക? ഷീ ആസ്ക്ഡ് വേർ ദ ബസ് സ്റ്റോപ്പ് വാസ്. എപ്പോഴും പാസ്റ്റ് ടെൻസിലേക്ക് മാറും. ഓക്കെ, അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എപ്പോഴും ഓർക്കേണ്ടത് എന്താണ്? നമ്മൾ ഡിറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡിറക്റ്റ് സ്പീച്ചിലേക്ക് പോകുമ്പം അതെന്തായി മാറും? ഒന്ന്, ഇൻവേർട്ടഡ് കോമാസ് മാറും. സെക്കൻഡ്ലി എന്താണ്? പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ഒരിക്കലും പറയില്ല, നമ്മൾ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ മാത്രമേ അത് കൺവേർട്ട് ചെയ്യുള്ളൂ. Okay, so we have to convert the present tense, the sentence with present tense to the sentence with past tense. Okay. Next up endana? The passenger said, will the plane be on time? Okay, appa passenger parnju, will the plane be on time? ഈ എക്സാക്ട് വേർഡ്സ് ആണ് പാസഞ്ചർ പറഞ്ഞത്. അപ്പം അത് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? The passenger enquired whether the plane would be on time. Okay, plane on time ഉണ്ടാവോ എന്ന് എൻക്വയർ ചെയ്തു എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പം നോക്ക് ബാക്കി ഓപ്ഷൻസ് എന്തുകൊണ്ടാണ് അല്ലാത്തതെന്ന് നമുക്ക് നോക്കാം. ദ പാസഞ്ചർ എൻക്വയർഡ് വിൽ ദ പ്ലെയിൻ ബി ഓൺ ടൈം. അതൊരിക്കലും അല്ല. ഒന്നാമത് വേർഡ് ഓർഡർ തെറ്റാണ്. പിന്നെന്താണ്? വിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിക്ക് ഫ്യൂച്ചർ ടെൻസ് ആണ്, അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും. അതൊരിക്കലും പാസ്റ്റ് ടെൻസ് അല്ല. അപ്പോൾ വിൽ എന്ന് പറയുന്ന സെൻറ്റൻസിൽ ഒരു യു കാൺട്ട് യൂസ് വിൽ ഇൻ എ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ്, വിച്ച് ഈസ് വൈ ദാറ്റ് വിൽ നോട്ട് ബി ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ദ പാസഞ്ചർ എൻക്വയർഡ് ദ പ്ലെയിൻ ടു ബി ഓൺ ടൈം. എൻക്വയർഡ് എന്ന് പറയുമ്പം ചോദിക്കുക എന്നാണ്. ഓക്കെ, അപ്പം ദ പ്ലെയിൻ ബി ഓൺ ടൈം എന്ന് പറഞ്ഞത് ചോദ്യമല്ലല്ലോ. ഓക്കെ, വെദർ ദ പ്ലെയിൻ വുഡ് ബി ഓൺ ടൈം എന്ന് പറയുമ്പോൾ അതൊരു ചോദ്യമാണ്. ദാറ്റ് ഈസ് എക്സ്പ്രസിങ് എ ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് വെദർ ദ പ്ലെയിൻ വുഡ് ബി ഓൺ ടൈം. ഓക്കെ, നെക്സ്റ്റ് അപ്പം എന്താണ്? ഹി സെഡ് ദ വെദർ ഇസ് കോൾഡർ ദൻ യൂഷ്വൽ. അപ്പം എന്താണ്? വെദർ നോർമലിനെക്കാട്ടും കോൾഡാണ്, തണുപ്പാണെന്നാണ് പറയുന്നത്. പക്ഷേ അത് ദീസ് ആർ ദ എക്സാക്ട് വേർഡ്സ് ദാറ്റ് ഹീ സെഡ്. Okay, now when you change it into indirect speech, how will you present it? Appam he said the weather be colder than usual. Adu grammatically incorrect aanu. Pinnendana? He said the weather was colder than usual. ഓക്കെ, ഹി സെഡ് ദ എന്ന് ആവില്ല ഒരിക്കലും. നമ്മൾ എപ്പോഴും സെഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇഫ് യു യൂസ് ഇറ്റ് ഇൻ എൻ ഇൻഡയറക്റ്റ് സ്പീച്ച് യു ഹാവ് ടു ഓൾവേസ് യൂസ് ദാറ്റ് ആഫ്റ്റർ സെഡ്. അപ്പോൾ നമ്മൾ സെഡ് എന്ന് യൂഷ്വലി യൂസ് ചെയ്യില്ല, ടോൾഡ് എന്നാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആസ്ഡ്
അല്ലെങ്കിൽ എൻക്വയർഡ് അങ്ങനത്തെ എന്തെങ്കിലും വേർഡ്സ് ആണ് യൂസ് ചെയ്യുക. പക്ഷേ അഥവാ ഇൻ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ് ഇഫ് വി ഡു യൂസ് സെഡ് എന്നാൽ നമ്മൾ എന്താണ് അതിന് ശേഷം ഏത് വേർഡാണ് യൂസ് ചെയ്യുക? ദാറ്റ്. സോ ദാറ്റ് വിൽ ബി ദ കറക്റ്റ് ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ. നെക്സ്റ്റ് എന്താണ്? ദ ബെഗർ സെഡ് ഐ ആം ഹംഗ്രി. അപ്പോൾ എന്താണ്? ദ ബെഗർ സെഡ് ദാറ്റ് ഹി വാസ് ഹംഗ്രി. ഓക്കെ, അപ്പം കറക്റ്റ് ഫോം ഓഫ് വേർഡ് ഇത് മാത്രമാണ്, കറക്റ്റ് ഫോം ഓഫ് ദ സെൻറ്റൻസ് എ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മളത് ചൂസ് ചെയ്തത്. ബാക്കി മൂന്നും ഗ്രമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഐ യു ഷോ ഐ ആസ്ക്ഡ് ഹർ. അപ്പം ഇതെന്താണ്? ഇതാണ് ഡിറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുമ്പോൾ എന്താണ്? ഐ ആസ്ക്ഡ് ഹർ ഇഫ് ഷീ വാസ് ഷോ. ഇനി ലാസ്റ്റ് സെൻറ്റൻസിലേക്ക് പോവാം. The doctor told the patient don't smoke. ഓക്കെ, അപ്പോൾ ഡോക്ടർ എന്താണ് പേഷ്യൻറ്റിനോട് പറഞ്ഞത്? ഡോണ്ട് സ്മോക്ക്. ദ ഡോക്ടർ അഡ്വൈസ്ഡ് ദ പേഷ്യൻറ്റ് നോട്ട് ടു സ്മോക്ക്. ഓക്കെ, സ്മോക്ക് ചെയ്യണ്ട എന്ന് അഡ്വൈസ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ഒരു 6 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് കണ്ടു. 6ലും ഡിഫറെൻറ്റ് വേസിലാണ് നമ്മൾ എന്താണ് ഇൻഡയറക്റ്റ്ലിലേക്ക് മാറ്റിയത്. ഷീ ആസ്ക്ഡ് അല്ലെങ്കിൽ എൻക്വയർഡ് അല്ലെങ്കിൽ സെഡ് ദാറ്റ്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെന്താണ്? അഡ്വൈസ്ഡ്. ഇതേപോലെ എന്താണ് വേറെ വേറെ രീതിയിലാണ് നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്യുക. സോ മേക്ക് എ നോട്ട് ഓഫ് ഓൾ ദ ഡിഫറെൻറ്റ് പാറ്റേൺസ് ദറ്റ് യു സീ ആൻഡ് യൂസ് ഇറ്റ് ഇൻ യുവർ സെൻറ്റൻസസ് ഫ്രം നെക്സ്റ്റ് ടൈം. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. സജസ്റ്റഡ് ആക്ടിവിറ്റി 3. Read the following sentences and fill up the correct form of the verbs in the reported sentence. അപ്പോൾ കറക്റ്റ് ഫോം ഓഫ് ദ verb ഏതാണ് അത് നോക്കിയിട്ട് വേണം ഫിൽ ചെയ്യാൻ. ഓക്കെ, ഫസ്റ്റ് എന്താണ്? രമ്യ ആസ്ക്ഡ് can you meet me at Swami's cafe today? ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഡിറക്റ്റ് സ്പീച്ച് ആണ്. ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയുക? രമ്യ ആസ്ക്ഡ് ഇഫ് ഐ. ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലും ചെയ്തിട്ടുണ്ട്. ക്യാൻ എന്തായി മാറും എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. വാട്ട് വിൽ ക്യാൻ ടേൺ ഇൻ ടു വെൻ ദ സ്പീച്ച് ഇസ് ഇൻഡയറക്റ്റ്? ഇറ്റ് വിൽ ടേൺ ഇൻ ടു കുഡ്. ഓക്കെ, സോ രമ്യ ആസ്ക്ഡ് ഇഫ് ഐ കുഡ് മീറ്റ് ഹർ അറ്റ് സ്വാമീസ് കാഫേ ദാറ്റ് ഡേ. സോ ക്യാൻ ടേൺസ് ഇൻ ടു കുഡ്. നെക്സ്റ്റ് എന്താണ്? സൂസൻ സെഡ് ദ ഫുഡ് ഇസ് വെരി ഡെലിഷ്യസ് ഹിയർ. ഓക്കെ, Susan said the food is very delicious here. അപ്പോൾ അതെന്താണ് ആയി മാറുക? Susan said that the food was very delicious there. ഇത് വേറൊരു പാറ്റേൺ ആണ് നോട്ട് ചെയ്യേണ്ടത്. ക്യാൻ കുഡ് ആയി മാറും, ഇസ് വാസ് ആയി മാറും. ഓക്കെ, സോ ഓൾവേസ് ദ പാസ്റ്റ് ടെൻസ്. Rehman said I am going to ride my bike to work tomorrow. അപ്പം റഹ്മാൻ എന്താണ് പറഞ്ഞത്? ഞാൻ ബൈക്കിലാണ് വർക്കിൽ പോകുന്നത് നെക്സ്റ്റ് ഡേ. അപ്പം ഇത് ഡിറക്റ്റ് സ്പീച്ച് ആണ്. ഇത് ഇൻഡയറക്റ്റിലേക്ക് മാറുമ്പം ഐ ആം എന്തായി മാറും? റഹ്മാൻ സെഡ് ദാറ്റ് he was going to ride his bike to work the next day. അപ്പം ആം ആണെങ്കിലും ഇസ് ആണെങ്കിലും അതൊക്കെ വാസ് ആണ് ആയി മാറുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ജാസ്മിൻ സെഡ് ഐ ഹാവ് ബീൻ ടു ദുബായ് സെവറൽ ടൈംസ്. ഓക്കെ, അപ്പോൾ അതെന്താണ് ആയി മാറുക? ജാസ്മിൻ സെഡ് ദറ്റ് ഷീ ഹാഡ് ബീൻ ടു ദുബായ് സെവറൽ ടൈംസ്. ഇതും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തതാണ്. ഹാവ് ഹാഡ് ആയി മാറും. ഇവിടെ 4 സെൻറ്റൻസസ് നമ്മൾ ഇത്രയും ചെയ്തതിൽ ക്യാൻ കുഡ് ആയി മാറി, ഇസ് ആൻഡ് ആം വാസ് ആയി മാറി, ഹാവ് ഹാഡ് ആയി മാറി. ഓക്കെ, നെക്സ്റ്റ് അപ്പം എന്താണ്? ഹരി സെഡ് ഐ ഫർഗോട്ട് ടു കോൾ മൈ മദർ. അപ്പം എന്താണ്? ഹരി സെഡ് ദാറ്റ് ഹി ഫർഗോട്ട് ടു കോൾ ഹിസ് മദർ. ഓക്കെ, അപ്പോൾ ഹരി എന്താണ് പറഞ്ഞത്? ഹരീൻ്റെ അമ്മേനെ ഹരി വിളിക്കാൻ മറന്നുപോയി. ദാറ്റ് ഹി അല്ല സോറി നോട്ട് ഹി ഫർഗോട്ട്, ഹി ഹാഡ് ഫർഗോട്ടൻ. ഓക്കെ, ഇറ്റ് ഈസ് ഹി ഹാഡ് ഫർഗോട്ടൻ ടു കോൾ ഹിസ് മദർ. ഓക്കെ, ഹീ ഫൊഗോട്ട് എന്ന് പറയുമ്പം ഇപ്പം മറന്നു എന്നാണ് അർത്ഥം. പക്ഷെ നമ്മൾ എപ്പോഴും എന്താണ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുമ്പം നമ്മളതെന്താ പാസ്റ്റ് ടെൻസിലാണ് പറയുക. അപ്പം വാട്ട് വിൽ ബി ദ പാസ്റ്റ് ടെൻസ് ഓഫ് ഫൊഗോട്ട്? ഹാഡ് ഫൊഗോട്ടൻ.
Okay, so the sentence is Hari said that he had forgotten to call his mother. Moving on, Karthika said, I can teach you how to edit videos. Karthika said that she could teach me how to edit videos. Okay, അപ്പം can പിന്നെയും could ആയി മാറി. Michael said, I want to visit Taj Mahal one day. Michael said that he wanted to visit Taj Mahal one day. Balan's boss said, the meeting will start at 2 p.m. Balan's boss said that the meeting would start at 2 p.m. Mother told me, I have been waiting for you since 4 o'clock. Mother told me that she had been waiting for me since 4 o'clock. ഓക്കെ, അപ്പം ഇവിടെയും നമ്മൾ എന്തൊക്കെയാണ് പാറ്റേൺസ് നോട്ട് ചെയ്തത്? ഇവിടെ നോക്ക്, ഹാവ് ബീൻ നാച്ചുറലി ഹാഡ് ബീൻ ആയി മാറി. പിന്നെന്താണ്? വിൽ വുഡ് ആയി മാറി. want wanted ആയി മാറി. can could forgot had forgotten. Then there's have been which again turns to had been. am and is എന്തായി മാറും? was ആയി മാറും. can once again could ആയി മാറും. ഓക്കെ, അപ്പം ഈ പാറ്റേൺസ് അറിഞ്ഞാൽ തന്നെ എന്താണ്, ഈസി ആയിട്ട് നമുക്ക് ഡിറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കി മാറ്റാം. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ആക്ടിവിറ്റി 6. Study the following pictures and report them in your own words. One has been done for you. ഓക്കെ, അപ്പം ഈ പിക്ചേഴ്സ് സ്വന്തം സ്റ്റഡി ചെയ്തിട്ട് എന്താണ് ഇത് ഓൺ വേർഡ്സിൽ പറയാം. ഐ ഹാവ് എൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ദ ഡോക്ടർ ഓൺ ദ 10th. ഇതാണ് ഡിറക്റ്റ് സ്പീച്ചിലെ സെൻറ്റൻസ്. അതെന്തായി മാറും? ഇൻഡയറക്റ്റ്ലി പറയുമ്പോൾ എന്തായി മാറും? ഷെറിൻ സെഡ് ദാറ്റ് ഷീ ഹാഡ് എൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ദ ഡോക്ടർ ഓൺ ദ 10th. ഇവിടെ മേ ബി യു വിൽ ആസ്ക് മീ ഷെറിൻ എന്നുള്ള പേര് എവിടെ നിന്നാണ് വന്നതെന്ന്. യു ക്യാൻ ജസ്റ്റ് അസ്യൂം എനി നെയിം. പക്ഷെ അസ്യൂം ചെയ്യാണ്ട് നിങ്ങൾക്ക് ഷീ മാത്രമാണെങ്കിലും പറയാം. ഓക്കെ, നെക്സ്റ്റ് അപ്പ് എന്താണ്? വി ക്യാൻ എക്സ്പെക്ട് റെയിൻ ദിസ് വീക്കെൻഡ്. ഓക്കെ, ഇത് നമ്മൾ കാണുമ്പം എന്താണ്, ഒരു വെദർ റിപ്പോർട്ടറാണ് ഇത് പറയുന്നത് കാണുമ്പം. സോ വാട്ട് വിൽ യു സേ? The weather reporter said that they could expect rain that weekend. അപ്പം can എന്തായി മാറി? we ആയി മാറി they. can ആയി മാറി could. we could expect, they could expect rain that weekend. this എന്തായി മാറി? that ആയി മാറി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? why didn't you do your homework? what will that turn into? The teacher asked the boy why he hadn't done his homework. Okay, why didn't you do എന്നുള്ളത് എന്തായി മാറും? why hadn't he done his homework? you, your അതൊക്കെ എന്താണ്? he, his ആയി മാറും. ഓക്കെ, പിന്നെന്താണ്? didn't ആയി മാറും, hadn't, do ആയി മാറും, done. അപ്പം എല്ലാ വേർഡിൻ്റെയും പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. I went to Mumbai last year. അപ്പോൾ എന്താണ്? The man said that he had gone to Mumbai the previous year. ലാസ്റ്റ് ഇയർ എന്തായി മാറും? പ്രീവിയസ് ഇയർ. അപ്പം യെസ്റ്റർഡേ അല്ലെങ്കിൽ എന്താണ് ലാസ്റ്റ് ഡേ ഒക്കെ എന്തായി മാറും? പ്രീവിയസ് ഡേ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ. ഇനി അഥവാ നമ്മൾ നാളെ ടുമോറോൻ്റെ കാര്യമാണ് പറയുന്നത് വെച്ചാൽ അതെന്തായി മാറും? ദ ഫോളോയിങ് ഡേ അല്ലെങ്കിൽ ദ നെക്സ്റ്റ് ഡേ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വി ആർ വിസിറ്റിംഗ് ഊട്ടി ദിസ് വീക്കെൻഡ്. ഓക്കെ, അപ്പോൾ എന്താണ്? ദ മദർ സെഡ് ദാറ്റ് ദേ വർ വിസിറ്റിംഗ് ഊട്ടി ദാറ്റ് വീക്കെൻഡ്. പിന്നെന്താണ്? ഡോണ്ട് ടേക്ക് ദിസ് റൂട്ട് സിൻസ് ഇറ്റ് ഈസ് ബിസി. അപ്പം ദ പോലീസ്മാൻ സെഡ് അല്ലെങ്കിൽ ദ പോലീസ്മാൻ അഡ്വൈസ്ഡ് നോട്ട് ടു ടേക്ക് ദാറ്റ് റൂട്ട് സിൻസ് ദാറ്റ് വാസ് അല്ലെങ്കിൽ സിൻസ് ഇറ്റ് വാസ് busy. പിന്നെന്താണ്? you will have to work overtime this week. The boss told him that he would have to work overtime that week.
The chef asked whether I liked, don't you like noodles? Then the answer is naturally, the chef asked whether I liked noodles. Okay? അപ്പം ഇത്രയുമാണ് നമ്മൾ ഇപ്പോൾ ചെയ്തത്. നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റി ഇപ്പം നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസിൽ മൊത്തം എന്താണ്, ഡിറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം നമ്മൾ ചെയ്തത്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഫീൽ ഫ്രീ ടു ടെൽ മീ. നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റി ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്യാം. Okay. One more thing. Let's first do now I know. What are the things that you have noted till now? നമ്മൾ ഇത്രയും നേരം എന്തൊക്കെയാണ് നോട്ട് ചെയ്തത്? ഡിറക്റ്റ് ഇൻഡയറക്റ്റിലേക്ക് ഒരു സ്പീച്ച് മാറുമ്പം ഇൻഡയറക്റ്റ് ഇസ് ഓൾസോ റിപ്പോർട്ടഡ് സ്പീച്ച് ബൈ ദ വേ. അപ്പം എന്തൊക്കെയാണ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്? ആദ്യം ഇൻവേർട്ടഡ് കോമേഴ്സ് ആർ റിമൂവ്ഡ്. അതിനുശേഷം എന്താണ്, കണക്റ്റിംഗ് വേർഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റിപ്പോർട്ടഡ്. അപ്പോൾ എന്താണ്, ദാറ്റ് എന്ന് പറഞ്ഞ കണക്റ്റിംഗ് വേർഡ് യൂസ് ചെയ്യും. Present tense changes to its past form and past tense to its perfect form. Okay? പിന്നെ എന്താണ്, yes or no questions are reported with the help of if or whether. Okay? അപ്പം ആൻസർ ആയിട്ട് യെസ് അല്ലെങ്കിൽ നോ വരുന്ന ചോദ്യങ്ങളൊക്കെ എന്താണ്, ഇഫ് അല്ലെങ്കിൽ വെദർ വെച്ചിട്ടാണ് നമ്മൾ ചോദിക്കുക. For WH questions, WH question word itself is used to report. അപ്പം വാട്ട്, വെൻ, ഹൗ, വെയർ ഇങ്ങനത്തെ വേർഡ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്, ആ വേർഡ്സ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. വേർഡിൻ്റെ ഫോം ചേഞ്ച് ആവില്ല, വേർഡ് ഓർഡർ മാത്രമേ ചേഞ്ച് ആവുള്ളൂ. ഓക്കെ, ദ ലാസ്റ്റ് വൺ, given below are some sentences from the lessons you have studied, change them into reported speech. Rob asked his father, what is a stable? അപ്പം Rob asked his father what a stable was. ഒരിക്കലും നമ്മൾ Rob asked his father what was a stable എന്നായിരിക്കില്ല, what a stable was എന്നായിരിക്കും. ഓക്കെ, വേർഡ് ഓർഡർ നമ്മൾ എപ്പോഴും ചേഞ്ച് ചെയ്യണം. നെക്സ്റ്റ് എന്താണ്, Rob his father called, we have to get up son even if it is Christmas. അപ്പോൾ എന്താണ്, Rob's father called him and said that they had to get up even if it was Christmas. അപ്പോൾ ഇവിടെ ഓരോ വേർഡിൻ്റെയും പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്, എക്സ്ക്യൂസ് മീ ഐ സ്റ്റാമേർഡ് ബട്ട് ഡു യു മൈൻഡ് ഗിവിംഗ് മീ യുവർ കാർഡ്. അപ്പോൾ എന്താണ്, ഐ എക്സ്ക്യൂസ്ഡ് മൈ സെൽഫ് ആൻഡ് സ്റ്റാമേർഡ് വെദർ ഹി മൈൻഡഡ് ഗിവിംഗ് മീ ഹിസ് കാർഡ്. ഓക്കെ, നെക്സ്റ്റ് അപ്പം എന്താണ്, he said, the third extraordinary thing about the story is that I made it up about half an hour ago. അപ്പോൾ എന്താണ്, he said that the third extraordinary thing about the story was that he had made it up about half an hour before. ലാസ്റ്റ് സെൻറ്റൻസിലേക്ക് നമുക്ക് പോവാം. Son, I thank you. Nobody ever did a nicer thing, father said. അപ്പം father thanked the son and said that nobody had ever done a nicer thing. Okay? അപ്പോൾ ഇത്രയും വരെ നമ്മൾ ചെയ്തു. I hope indirect and direct speech is clear to you now. If you have any doubt, please feel free to ping me. Thank you.